ഇന്നലെ ആലപ്പുഴ ചേർത്തല കടകരപ്പള്ളിക്ക് സമീപത്തു നിന്ന് കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടം ആരുടെ എന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുന്നുണ്ട്. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടേതാണ് മൃതദേഹം എന്ന സംശയമാണ് ഇപ്പോഴും ഉള്ളത്. ജൈനമ്മ തിരോധാന കേസിൽ നിർണായകമാവുകയാണ് ഒരു മൊബൈൽ ഫോൺ. കേസിലെ പ്രതിയായ സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ ഫോൺ സൂക്ഷിച്ചിരുന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് ഇന്നലെ മൃതദേഹാവശിഷ്ടം കിട്ടിയത്. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. ഈരാറ്റുപേട്ടയിലെ കടയിൽ സെബാസ്റ്റ്യൻ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വയ്ക്കുന്ന ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ചേർത്തല പള്ളിപ്പുറത്തിന് സമീപം വീട്ടുവളപ്പിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടം ജൈനമ്മയുടേതാണെന്നാണ് സംശയിക്കുന്നത്. ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ പക്ഷേ ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്നും, ഒപ്പം ശരണ്യ സ്നേഹജൻ ചേർത്തലയിൽ നിന്നും ചേരുകയാണ്. ശരണ്യ സ്നേഹജൻ ആ സ്പോട്ടിൽ തന്നെ ഇന്നലെ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയ സ്ഥലത്ത് നിന്നുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, എന്താണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു വിവരം ക്രൈംബ്രാഞ്ചിന് കിട്ടിയിരിക്കുന്നത്? ഈ മൊബൈൽ ഫോണിനെ എങ്ങനെ ജൈനമ്മ തിരോധാന കേസുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഈ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ ക്രൈംബ്രാഞ്ച് നടത്തിയിരുന്നത്. പക്ഷെ അത് എവിടെ ആരുടെ കയ്യിലെന്ന് കണ്ടെത്താൻ കഴിയാത്ത നിലയിൽ അത് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഇതിനിടയിലാണ് ഈ സമീപ ദിവസങ്ങളിൽ ഇത് ഓൺ ചെയ്തതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. അത് ഈരാറ്റുപേട്ടയിൽ നിന്നാണെന്ന് കണ്ടെത്തുന്നു. ഈരാറ്റുപേട്ടയിലെ ഈ സ്ഥലത്തേക്ക് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു കടയിലാണ് ഉള്ളത് ഈ ഫോൺ എന്ന് കണ്ടെത്തുന്നു. ഫലത്തിൽ അവിടത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഈ സെബാസ്റ്റ്യൻ ഒരു തുണിയിൽ പൊതിഞ്ഞ നിലയിൽ ഉണ്ടായിരുന്ന ഫോൺ പുറത്തെടുത്ത് അവിടുത്തെ പ്ലഗിൽ ചാർജ് ചെയ്യാൻ വെക്കുന്ന കാഴ്ച കണ്ടത്. ആ സമയത്താണ് ഈ ഫോൺ ഓൺ ചെയ്തത് എന്ന് കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് സെബാസ്റ്റ്യനിലേക്കുള്ള വളരെ നിർണായകമായ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയത്. നേരത്തെയും സെബാസ്റ്റ്യനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം. പക്ഷേ ഒരു നിർണായക വഴിത്തിരിവായതും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുക്കാൻ കാരണമായതും ഇത് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ CCTV ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ കോട്ടയം യൂണിറ്റിലാണ് ഉള്ളത്. ഇവിടെ SP ഗിരീഷ് P സാരഥി, ഒപ്പം തന്നെ DYSP സാജൻ സേവ്യർ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഒരു കാര്യവും സെബാസ്റ്റ്യൻ തുറന്ന് പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഫോണിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഒരു മഞ്ഞ നിറത്തിലുള്ള പോക്കോ ഫോണാണ് ഫലത്തിൽ, അതായത് ഈ CCTVയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കാര്യമുള്ളത്, ഈ ഫോണും ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഫോൺ സെബാസ്റ്റ്യൻ്റെ കയ്യിലുണ്ട്, ജൈനമ്മയുടെ ഫോൺ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ ടവർ ലൊക്കേഷൻ, ഒപ്പം തന്നെ ഈ ഫോണിൻ്റെ ദൃശ്യങ്ങൾ, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്നലെ രാത്രി വൈകി ഏതാണ്ട് പുലർച്ചെ വരെയും ഇത്തരം കാര്യങ്ങൾ അന്വേഷണത്തിൽ തന്നെയായിരുന്നു ഈ അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. ഇന്നെന്തായാലും ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ ചോദ്യം ചെയ്യലിലൂടെ നേടിയെടുക്കാനും അല്ലെങ്കിൽ ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്താനുള്ള ശ്രമമാണ്. അതിൻ്റെ ഭാഗമാണ് ഈ കണ്ടെടുത്ത ശരീരാവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതാണോ എന്ന് കണ്ടെത്താനുള്ള ശ്രമം. അത് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം ഫലത്തിൽ നടക്കും. പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ അസ്ഥി കഷ്ണങ്ങളാണ് ഫലത്തിൽ ഉള്ളത്. അത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച നിലയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് അറിയുന്നത്. എത്രത്തോളം അതിൽ നിന്ന് തെളിവ് ശേഖരിക്കാൻ സാധിക്കുമെന്ന ചോദ്യം ബാക്കിയാണ്. രണ്ടാമത്തത്, ഈ ഒരു സാവിയോ എന്ന പരാതിക്കാരൻ, അതായത് ജൈനമ്മയുടെ സഹോദരൻ, മരങ്ങാട്ടുപള്ളിയിലാണുള്ളത്. മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി DNA സാമ്പിളുകൾ നൽകാനും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതായത് ഇത് അല്പം നീണ്ടുപോകും ഈ DNA സാമ്പിൾ. ഇത്രയും നാൾ ഈ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായിരുന്നില്ലേ ശ്രീജിത്ത്? ഇപ്പോൾ സാവിയോ പരാതി നൽകിയിരുന്നു, അതുപോലെ തന്നെ ജൈനമ്മയുടെ ഭർത്താവ് പരാതി നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ എങ്ങനെയായിരുന്നു ഈ അന്വേഷണം? എങ്ങനെ ഈ സെബാസ്റ്റ്യനെ കുറിച്ച് മറ്റൊരു അന്വേഷണമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യൻ പ്രതിയായിരുന്നു ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയുടെ തിരോധാനത്തിൽ. അതിൻ്റെ ഈ ജൈനമ്മയുമായി എങ്ങനെയാണ് ഈ കണക്ട് ചെയ്തുള്ള അന്വേഷണം വന്നത്? 2024 കേസാണല്ലോ ഇത്. തീർച്ചയായും ഡിസംബറിലാണ് ഈ ജൈനമ്മയെ കാണാതാകുന്നത്. ഡിസംബർ 23-ന് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു. ഒരു 4 ദിവസത്തിന് ശേഷമാണ് ഈ ജൈനമ്മ സാധാരണ നിലയിൽ ഇത്തരം ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയി ധ്യാനം കൂടാൻ വർഷത്തിൽ കൂടുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെയാണ് ആലപ്പുഴയിലെ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് പോയത് പോയിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചൊക്കെ ബന്ധുക്കൾ അന്വേഷണം നടത്തി ഒന്നും കണ്ടെത്തിയില്ല. പിന്നീട് 4 ദിവസത്തിന് ശേഷമാണ് ലോക്കൽ പോലീസിന് പരാതി നൽകിയത്. എന്തായാലും ഇതിൽ ഇപ്പോൾ നിർണായകമായിരിക്കുന്ന ഈ ഫോൺ കണ്ടെത്തിയതാണ് എന്നുള്ളതാണ് ലഭ്യമാകുന്ന
വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മഞ്ജുഷ്. ഇനിയും പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അന്വേഷണവുമായി പരിപൂർണമായും നിസ്സഹകരിക്കുകയാണ് സെബാസ്റ്റ്യന് ഏതാണ്ട് 60 വയസ്സ് പ്രായമുണ്ട്, ഷുഗർ പേഷ്യൻ്റാണ്. അങ്ങനെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാര്യമായി നേരിടുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഒരു കൂടുതൽ ചോദിച്ച് തന്നെ കാര്യങ്ങൾ നേടാനുള്ള ശ്രമമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നേരിട്ട് വിവരം ലഭിക്കുന്നില്ല എന്നുള്ള പരിമിതിയുണ്ട്. എങ്ങനെയാണ് ജൈനമ്മയും സെബാസ്റ്റ്യനും കണ്ടത് എന്നത് അടക്കമുള്ള, എന്താണ് ഇവർക്കിടയിലെ ബന്ധം എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അത് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ എന്തായാലും ഒരുപാട് വിവരങ്ങൾ ഒരേ മൊബൈൽ ടവറിന്റെ കീഴിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം അത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ഇപ്പോൾ തെളിവായിട്ട് കയ്യിലുള്ളൂ ഇല്ലേ? പക്ഷേ ഈ മൃതദേഹം ആരുടേതാണ് എന്ന് കണ്ടെത്തിയാൽ സെബാസ്റ്റ്യനിലേക്ക് വിരൽ ചൂണ്ടുന്ന കൃത്യമായ തെളിവുകളിലേക്ക് വരാൻ പറ്റും. വളരെ ദുരൂഹമാണല്ലോ ഈ കേസ്. അതായത് മഞ്ജുഷ്, ജൈനമ്മയും സെബാസ്റ്റ്യനും ഒരേ ടവർ ലൊക്കേഷനിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് ജൈനമ്മ ഇല്ലാതെ തന്നെ ജൈനമ്മയുടെ ഫോൺ സെബാസ്റ്റ്യന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതാണ് ഇതിൽ നിർണായകമായത്. അതായത് ജൈനമ്മയെ കാണാതെ ആ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയതിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതല്ലാതെ കൂടുതൽ രേഖകൾ, തെളിവുകൾ, ഇവരൊരുമിച്ച് മറ്റ് യാത്ര ചെയ്തതിൻ്റെ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 3-4 ദിവസമായി അതിശക്തമായ അന്വേഷണത്തിലാണ് കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് ടീം ഉള്ളത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അവർ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായേക്കും എന്നാണ് കരുതുന്നത്. അവർ പലതും പൂർണ്ണമായും പുറത്ത് പറയാൻ കഴിയാവുന്ന, കാരണം സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഇനിയും ഒരുപാട് ബാക്കിയാണ്. അതൊക്കെയും ഇനിയും പങ്കുവെക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇതിൽ ഇന്നെന്തായാലും ഈ DNA പരിശോധനയും പോസ്റ്റ്മോർട്ടം പരിശോധനയും വളരെ നിർണായകമാണ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും, ഉച്ചയ്ക്ക് ശേഷം ഏറ്റുമാനൂർ കോടതിയിൽ സെബാസ്റ്റ്യനെ ഹാജരാക്കും. ഏറ്റുമാനൂരിലാണ് സെബാസ്റ്റ്യൻ താമസിച്ചുകൊണ്ടിരുന്നത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ വീടും പറമ്പും മറ്റും ഒഴിഞ്ഞ നിലയിൽ മറ്റും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ വളരെ നിർണായകമായ ഈ തെളിവുകൾ, ജൈനമ്മയുടെ അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. പല നിർണായകമായ തെളിവുകളും കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ 3 മണി വരെയും ഈ അന്വേഷണ സംഘം പലതരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഒക്കെ ഓട്ടത്തിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് ഗിരീഷ് പി സാരഥി കുറച്ച് വിവരങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ സെബാസ്റ്റ്യന്റെ കയ്യിൽ ജൈനമ്മയുടെ ഫോൺ ഉണ്ടായിരുന്നു. അതിനൊരു തെളിവാണല്ലോ ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. അതിനുശേഷം ചാർജ് ചെയ്യാൻ കൊണ്ടുപോയതിന്റെ. പക്ഷേ ഇതിനു മുൻപ് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ മറ്റു ചില വിവരങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ വീടിനുള്ളിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നല്ലോ. അതിനു മുൻപ് ഇതേ ഫോൺ തന്നെ, ഈ ജൈനമ്മയുടെ ഫോൺ ശബ്ദിക്കുന്നുണ്ട് എന്ന് കാണാതായ ജൈനമ്മയുടെ ഫോണിൽ നിന്ന് കഴിഞ്ഞ ഞായറാഴ്ചയും സഹോദരിക്ക് മിസ്ഡ് കോൾ വന്നു. അങ്ങനെ ഒരു വിവരം കൂടി ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യുക. ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ വിവരം എന്ന് പറയുന്നത് ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സെബാസ്റ്റ്യൻ സൂക്ഷിക്കുന്നുണ്ട് എന്നതാണ്, ജൈനമ്മയെ കാണാതായ ശേഷവും. അപ്പോൾ ആ മിസ്ഡ് കോൾ വന്നത് ദുരൂഹമാവുകയാണ്. മേലുകാവിൽ നിന്നാണ് ആ മിസ്ഡ് കോൾ വന്നത്. അപ്പോൾ അതിനുശേഷം ഇക്കാര്യം ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചതാണ്. മേലുകാവ് ഭാഗത്ത് ഈ ജൈനമ്മ ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ശ്രമമായിരിക്കാം അത് നടത്തിയത് എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത്. അതും ഇപ്പോൾ ശ്രീജിത്ത് നൽകിയ വിവരവും, ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അപ്പോൾ കണക്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ ജൈനമ്മയുടെ ഫോൺ സെബാസ്റ്റ്യന്റെ കൈവശം ഉണ്ട്. ആ ഫോണിൽ നിന്ന് ജൈനമ്മയെ കാണാതായ ശേഷവും